എക്സാമിന് ഒരു 3 to 4 മാർക്സ് വരുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് എഴുതാൻ പറ്റും. അതായത് ഹൈ സ്കോറിംഗ് മാർക്സ് നമുക്ക് എങ്ങനെ സ്കോർ ചെയ്യാം അല്ലെ. ഇപ്പൊ നമുക്ക് വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആവുമ്പോൾ അല്ലെങ്കിൽ വലിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എത്ര എഴുതിയാലും മാർക്ക് കിട്ടില്ല എന്നൊരു പരാതി നമ്മൾ എല്ലാവരും പറയാറുണ്ട് അല്ലെ. അപ്പോൾ ഒരു മാർക്ക് പോലും മിസ് ആവാതെ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നമുക്ക് ആ ഒരു ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അതിനുള്ള കുറച്ച് ടിപ്സ് നോക്കിയാലോ. അപ്പൊ അത് നമ്മുടെ മാത്സിന് മാത്രമല്ല കേട്ടോ, എല്ലാ സബ്ജക്ട്സിനും കോമൺ ആയിട്ടാണ് മിസ് പറയുന്നത്. ഏതൊരു സബ്ജക്ട് ആയിക്കോട്ടെ, ഇതുപോലെ 3 to 4 മാർക്സിന്റെ ഹൈ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ പ്രോപ്പർ ആയിട്ട് എഴുതാം. ഫസ്റ്റ് എന്റെ കുട്ടികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, എക്സാമിന് നമ്മൾ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് നമ്മൾ എപ്പോഴും സ്റ്റിക്ക് ഓൺ ടു വേർഡ് ലിമിറ്റ് ആയിരിക്കണം. അതായത് എത്രയാണോ മാർക്ക്, അപ്പോൾ ഒരു 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എത്രയാണ് നമ്മൾ എഴുതേണ്ടത്, എത്ര ആൻസേഴ്സ് എഴുതണം എന്നുള്ള കാര്യം ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് വെക്കാം. കാരണം കൂടുതൽ കാര്യങ്ങൾ എഴുതിയിട്ട് ഒരു കാര്യമില്ല, നമുക്ക് ഒരു മാർക്കും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ എത്രയാണോ മാർക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ആൻസേഴ്സ് എഴുതാനായിട്ട് ട്രൈ ചെയ്യാം. ആൻഡ് സെക്കൻഡ്ലി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും നമ്മൾ ആൻസേഴ്സ് ബുള്ളറ്റിനായിട്ട് എഴുതുക. അതായത് നമ്മൾ ഓരോന്നും ഓരോരോ പോയിന്റ് വൈസ് ആയിട്ട് എഴുതുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കാരണം നമ്മൾ വാല്യുവേഷന്റെ ടൈമിൽ എത്ര പോയിന്റ്സ് ഉണ്ട്, ആ പോയിന്റ്സിന്റെ വാലിഡിറ്റി നോക്കിയിട്ടാണ് നമുക്ക് മാർക്സ് തരിക. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് ബുള്ളറ്റിൻ പോയിന്റ്സിൽ തന്നെ ആൻസേഴ്സ് എഴുതാനായിട്ട് ട്രൈ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസ് ഒന്നും അറിയുന്നുണ്ടാവില്ല, അത് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ട ആ കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നുണ്ടാവില്ല, അതങ്ങ് എന്താ ചെയ്യുക, ഒരു പാരഗ്രാഫിൽ അങ്ങ് എഴുതി വെക്കാം. അതായത് സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നാണ്. അപ്പൊ ഒന്നും അറിയില്ലെങ്കിൽ അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒരു പാരഗ്രാഫ് ടൈപ്പിൽ എഴുതി വെക്കുകയാണെങ്കിൽ അതിന്റെ ഒരു മാർക്കിംഗ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇനി വരുന്ന എക്സാംസിനൊക്കെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാറുള്ള ടിപ്സ് ഏതൊക്കെയാണെന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യാം.